വിഷ്ണുപ്രിയയുടെ കൊലപാതകം. എന്തായാലും പ്രതിക്ക് തടവ് ശിക്ഷ, ജീവപര്യന്തം തടവും കൂടാതെ 10 വർഷം തടവും. അതെനിക്ക് മനസ്സിലായില്ല. ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ജീവനുള്ള കാലത്തോളം കിടക്കണമെന്നല്ലേ, പിന്നെ ഒരു 10 വർഷം എക്സ്ട്രായും ഉണ്ട്. എന്തായാലും 10-17 കൊല്ലം അതിനകത്ത് തന്നെയാണെന്ന് ചുരുക്കം. 28 വയസ്സുള്ള പയ്യൻ 25 വയസ്സുള്ള പെൺകുട്ടിയെ കഴുത്തറുത്ത് കൊന്നിരിക്കുന്നു. പെൺകുട്ടി കുറച്ചുകൂടെ മെച്യൂരിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. ഇവൻ്റെ ടോക്സിക് റിലേഷൻഷിപ്പ് താല്പര്യമില്ലാത്തത് കൊണ്ട് നോ പറഞ്ഞു. അതാണ് മരണകാരണം എന്നാ മനസ്സിലാകുന്നത്. മരണമല്ല, കൊലപാതക കാരണം. നൈസായിട്ട് അവളുടെ വീട്ടിലേക്ക് വരുന്നു. അവളുടെ വീട്ടിലകത്ത് കയറി കഴുത്തറുത്തു, കയ്യും 2 വെട്ടി, 29ഓളം കുത്തും വെട്ടും ഒക്കെ ചെയ്തു. അത്രയും തീവ്രമായി ക്രൂരമായി ആ പെൺകുട്ടിയെ കൊന്നുകളഞ്ഞു. കാരണം അത്രയേ ഉള്ളൂ, പ്രണയിച്ചു കൊണ്ടിരുന്നതാണ്. കുറേ കാലം പ്രണയമായിരുന്നു. പെട്ടെന്നൊരു ദിവസം പുള്ളിക്കാരത്തേക്ക് വേണ്ട എന്ന് പറഞ്ഞു. ഇവിടെയാണ് പ്രശ്നം. നമ്മളുടെ പൊതുവിൽ ഇപ്പോഴുള്ളൊരു ജനറേഷനിലുള്ള കുട്ടികൾക്കൊരു പൊതു സംഗതി ഇതാണ് പ്രണയിക്കുക. ഒരു ഇൻഫാക്ച്വേഷൻ മാത്രമാണ്. നമ്മുടെ കരിയറിനാണ് ആദ്യം നമ്മൾ കൺസേൺ ചെയ്യേണ്ടത്, ആണായാലും പെണ്ണായാലും. ഈ കുട്ടി പഠിച്ചു, അതിനൊരു ജോലിയുള്ള സമയത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് കരിയർ ഓറിയൻറ്റഡ് ആയിട്ടോ ആ സമയത്തുള്ള ഒരു സാധനമൊന്നുമല്ല. പുള്ളിക്കാരത്തേക്ക് ഇതിനേക്കാൾ നല്ല ടോപ്പ് ഫിഗറുള്ള ആരെ കിട്ടി, മറ്റവനെ വേണ്ട എന്ന് വെച്ചു. ഇതൊക്കെ അന്നത്തെ കമൻസിൽ വന്നതാണ്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇത്രയും ടോക്സിക്കായ ഒരു പേഴ്സണെ വേണ്ട എന്ന് വെക്കാൻ അവർക്ക് ഒരുപാട് റീസൺസ് ഉണ്ടാകും. സീരിയസ്ലി, ഇത്രയും സ്നേഹിച്ച ഒരു പെണ്ണിനെ 29ഓളം കുത്തൊക്കെ കുത്തി കയ്യും അറുത്ത് കഴുത്തും ഒക്കെ അറുത്ത് കൊല്ലാൻ സാധിക്കുമെങ്കിൽ എത്രത്തോളം വൾഗാരിറ്റി ആ കുട്ടിയുടെ ഉള്ളിലുണ്ടെന്നുള്ളതാണ്. ഇതിൽ ആ പയ്യൻ്റെ മാതാപിതാക്കൾക്ക് ഒരുപാട് ഇതുണ്ട്, കൈകടത്തലുകളുണ്ട്. അതായത് ഇപ്പം നമ്മളുടെ വീട്ടിലൊരു കുഞ്ഞ് വിവാഹം എന്നൊരു ടേമിൽ അല്ലെങ്കിൽ ഒരു പ്രണയത്തിൽ പെടുകയാണെന്ന് വയ്ക്കാം, നമ്മളും കൂടെ അറിയണം അതിന് എന്താ മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളോട് സംവദിക്കണം. നമ്മുടെ ഫസ്റ്റ് പ്രിയോറിറ്റി നമ്മുടെ കരിയറാണെന്നും ഇൻഫാക്ച്വേഷനൊക്കെ ഉണ്ടാവും. പ്രണയം എന്താണെന്നൊരു ചെറിയ ഗൈഡ് ലൈൻ എങ്കിലും കുട്ടികൾക്ക് കൊടുക്കണം. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും പ്രണയം എന്താണെന്ന് പോലും അറിയത്തില്ല. ഒരാളെ കണ്ടു, ഇഷ്ടപ്പെട്ടു, കുറച്ച് നാൾ കൊണ്ട് നടക്കുക, കുറച്ച് വാങ്ങിച്ചെടുക്കുക, അവനെ കൊണ്ടുകിടന്ന് എങ്ങോട്ട് ഉരുട്ടുക, തന്നെ ഒരു തേപ്പ്. സ്ത്രീകളുടെ സൈഡിൽ നിന്നുമുണ്ട്, ആണുങ്ങളുടെ സൈഡിൽ നിന്നുമുണ്ട്. അപ്പം ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം ഇത്രയും തീവ്രമായ രീതിയിൽ അവരെ കൊണ്ട് തീരുമാനമെടുപ്പിക്കും. ഇത് 1-2 അല്ല, ചിലർ സ്വയം ജീവിതം അവസാനിപ്പിക്കും. ഇത് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് എൻ്റെ ലൈഫ്, ഇതിനപ്പുറം മറ്റൊരു ലോകമില്ല, ഇവൾ പോയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഇത് അങ്ങോട്ട് ഉൾക്കൊള്ളാനാകത്തില്ല. ആ ഒരു തോട്ടിലാണ് പലരും ഇത് ചെയ്യുന്നത്. നമ്മൾ ഇതിന് സംസാരിക്കുന്നത് എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളൊരു ടേമുണ്ട്. ഈ വിഷയം എനിക്ക് കണ്ടപ്പോൾ അന്നും ഞാൻ ഇത് തന്നെയാണ് പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. കുട്ടികളോട് നമ്മൾ സംവദിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇതും കടന്നു പോകുമെന്നല്ല, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് വരും. പല കുഞ്ഞുങ്ങളും ഇപ്പം വിവാഹത്തിന് മുമ്പ് ഒരു ലൈംഗിക സാധനമൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ പറയും, ഓ ഇല്ല, എൻ്റെ വെർജിനിറ്റിയൊക്കെ പോയി, ഐ ആം ഡൺ. അതൊക്കെ പഴയ കാലത്തുള്ളതാണ്, ഇപ്പോഴത്തെ കുട്ടികളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ബട്ട് പണ്ടൊക്കെ അങ്ങനെയാണ്. അങ്ങനെയുള്ളവരോട് ചോദിക്കേണ്ട ഒരു കാര്യം, അവരോട് ഒരു ഇൻഫർമേഷൻ പോലെ കൊടുക്കുന്നത്. പൊതുവേ ഉള്ള ഒരു ആംഗിൾ, മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കമ്പാരിസൺ നടത്തിയാണ് പലരും തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളോട് നമ്മൾ പറയേണ്ടത്, ഒരു വിവാഹം കഴിഞ്ഞ് ഒരാൾ മരണപ്പെട്ടാൽ അവർ വേറെ വിവാഹം കഴിക്കുന്നത്, ദേ ആർ നോട്ട് കീപ്പിംഗ് എനി വെർജിനിറ്റി ആൻഡ് ഓൾ. അത് സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ മറ്റുള്ളവരുടെ ജീവിതങ്ങൾ എക്സാമ്പിളായിട്ട് മുന്നോട്ട് വയ്ക്കണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, കൂട്ടുകാരായിട്ട് നിന്നുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളോട് സംവദിക്കണം, ആൺകുട്ടിയോടും പെൺകുട്ടിയോടും. ഇത്രയും സീരിയസ് ആയിട്ടൊരു ഇഷ്യൂ അവൻ്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്, അവൻ ഇത്രയും വലിയൊരു തീരുമാനം എടുക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിയെ വീട്ടിൽ കയറി കഴുത്തറുത്ത് കൊല്ലാനും തക്കവണ്ണം വൈരാഗ്യം അവനിൽ വളരുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയ അവൻ്റെ പേരൻസിനെയല്ലേ നമുക്കിത് പറയാൻ പറ്റുള്ളൂ. ഒരു പെട്ടെന്നുണ്ടായ തോന്നലിൽ അവൻ ചെയ്ത ചെയ്തല്ല, അതും 1 തവണയോ 2 തവണയോ ഒന്നും വെട്ടോ കുത്തൊക്കെ അല്ല. അവൻ ആ പെൺകുട്ടിയെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നില്ല. സുന്ദരിയായ ഒരു കുട്ടിയെ എനിക്ക് നഷ്ടപ്പെടാൻ വയ്യ, അതാണ് അവൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം. അതിനേക്കാൾ സൗന്ദര്യമുള്ളതിനെ, അല്ലെങ്കിൽ അത്രയും തന്നെ സൗന്ദര്യമുള്ളൊരു കുട്ടീനെ എനിക്ക് കണ്ടെത്തി തരാൻ കഴിയുന്ന പേരൻസ് ഉറപ്പ് കൊടുത്തിട്ട് ഒരു വശം മറിച്ചായിരിക്കും നടക്കുക. അവളുടെ ഭാഗത്ത് കുറ്റമുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. മരണപ്പെട്ടൊരു കുട്ടിയെ പറ്റി പറയേണ്ട കാര്യമില്ല. പക്ഷേ പൊതുവിൽ പെൺകുട്ടികൾക്ക് ഇതൊരു സ്വഭാവമാണ്. നമ്മൾ ഒരാൾക്ക് വാക്ക് കൊടുത്താൽ ആ ഒരു കാര്യം ചെയ്യുന്നതിന് 10 വട്ടം ആലോചിക്കുക. കാരണം ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുന്ന സമയത്ത് ആരും ആരുടെ റിയൽ ഫേസ് കൊണ്ടൊന്നും കാണിക്കില്ല. പലർക്കും ഉണ്ടാവും ഡബിൾ പേഴ്സണാലിറ്റി. നമ്മളുടെ മുമ്പിൽ വളരെ ക്ലിയർ ആയിരിക്കും. പിന്നീടാണ് അയാളുടെ റിയാലിറ്റി മനസ്സിലാക്കുക. അതൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സൗഹൃദങ്ങൾ കീപ്പ് ചെയ്യുക, വീട്ടുകാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്ത് സാധനവും നമ്മൾ മറ്റുള്ളവരോട് കൂടെ ഒപ്പീനിയൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ഒരു പരിധി വരെ നമ്മളെ സഹായിക്കാൻ പറ്റും. ഒറ്റയ്ക്ക് നമ്മളൊരു തീരുമാനമെടുത്താൽ അത് ഇങ്ങനെ വന്ന് എൻ്റെ അപ്പാകും. കുട്ടിയെ അവസരത്തിനൊത്ത് കിട്ടിയതിന് അത്രത്തോളം ഡെപ്തിൽ അവളെപ്പറ്റി അറിയാവുന്നവനായതുകൊണ്ടാണ്. അതായത് അവളുടെ അമ്മമ്മ മരിച്ചിട്ടുണ്ട്, അടുത്ത വീട്ടിൽ മരണ വീടാണ്. ആ മരണ വീട്ടിലേക്ക് എല്ലാവരും പോയി, അവിടെ ഉണ്ട്. ഇവൾ വീട്ടിലേക്ക് ഒറ്റയ്ക്കാണ്. ഡ്രസ്സ് മാറാനായി ഇവൾ വീട്ടിലേക്ക് വരുന്നു. അവിടെ വെച്ചാണ് ഈ സംഭവിക്കുന്നത്. പക്ഷേ
അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ഈവൻ വീട്ടിൽ വന്ന് വിളിച്ചിട്ടാണ് പുള്ളിക്കാരത്തി വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോഴും അവൻ വിളിക്കുന്നിടത്ത് ആരുമില്ലാത്തൊരിടത്തേക്ക് അവൾക്ക് വരാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്തോ പറഞ്ഞു തീർക്കാനോ സോൾവ് ചെയ്യാനോ ഒക്കെ ആയിരിക്കും ആൾ ശ്രമിച്ചിട്ടുണ്ടാവുക. നമ്മൾ ഓവർ കോൺഫിഡൻ്റ് ആകുന്ന ചിലയിടങ്ങളിൽ നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും, നഷ്ടം വരും. നഷ്ടം വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ബേസിക്കലി പ്രണയം എന്താണെന്ന് അറിയാത്ത കുറേ പേരാണ് ഇപ്പോൾ പ്രണയിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. ക്ലാരിറ്റി ഇല്ലായ്മ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ക്ലാരിറ്റി ഇല്ല ഇവർക്ക്. പ്രണയം തീവ്രമാണെങ്കിൽ, അത് അത്രത്തോളം സിൻസിയർ ആണെങ്കിൽ, പ്രണയത്തിൻ്റെ ആദ്യ പാഠം തന്നെ ത്യാഗമാണ്. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുക. അഡ്ജസ്റ്റ്മെൻ്റ് അല്ല ഞാൻ പറഞ്ഞ, അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇപ്പോൾ എൻ്റെ പാർട്ട്ണറായിട്ട് വരുന്ന ആൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇന്ന സ്വഭാവ ദൂഷ്യങ്ങൾ, സ്വഭാവ മഹിമകളുണ്ട്, അത് ഞാനുമായിട്ട് ടാലി ആയിട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു ത്യാഗമാണ് ചെയ്യുന്നത്. അത് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ബേസിലാണ് ചെയ്യേണ്ടത്, അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ബേസിലല്ല. ഞാൻ അഡ്ജസ്റ്റ്മെൻ്റ് അല്ല പറയുന്നത്. ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിലും അഡ്ജസ്റ്റ്മെൻറ്റ് ജയിക്കുകയില്ല. അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നത് ഒരു കാരണവശാലും ജയിച്ചു പോകത്തില്ല. പകരം അയാൾ ഇതാണ്, അയാളുടെ ക്യാരക്ടർ ഇതാണ് എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടത്. ഈ അണ്ടർസ്റ്റാൻഡിങ് ആണ് ആദ്യം ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. ദെന്നാണ് പിന്നെ പോകേണ്ട വിവാഹവും വിവാഹത്തിനോടനുബന്ധിച്ചിട്ടുള്ള പ്രണയവും ഒക്കെ വരേണ്ടത്. ഇപ്പോഴത്തെ പിള്ളേർക്ക് അതല്ല. കാണുക, പ്രണയിക്കുക, ചുറ്റുക, പോവുക, കുറേ സ്പെൻഡ് ചെയ്യിക്കുക, കടം വാങ്ങിച്ചിട്ട് സ്പെൻഡ് ചെയ്യിക്കുക, ആൻഡ് പിന്നെ ഒരു ചെറിയ വഴക്കോ പ്രശ്നമോ ഒരു സംശയമൊക്കെ വരുമ്പോൾ നിന്നെ എനിക്ക് വേണ്ട എന്ന് പറയാം. അത് വെരി ബിഗിനിങ്ങിൽ ഇത്തരം കാര്യങ്ങൾ സംസാരിച്ച് ക്ലിയർ ചെയ്യാതെ ഒരു റിലേഷൻഷിപ്പിലേക്ക് ചാടുകയും പിന്നീട് വേണ്ട എന്ന് വെക്കുകയും ചെയ്യുമ്പോൾ ഇതുപോലുള്ള അതിദാരുണ സംഭവങ്ങൾ സംഭവിക്കാൻ ഇടയുള്ളത് കൊണ്ടാണ് പ്രായം കൺസേൺ ചെയ്യാതെ പലരെയും നമുക്ക് എടുത്തു വെച്ച് ഉടുക്കേണ്ടി വരുന്നത്. പ്രായമല്ല പ്രശ്നം, നമ്മളുടെ പ്രവൃത്തിയാണ് പ്രശ്നം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ആർക്കൊക്കെ നഷ്ടപ്പെടുമെന്ന് ഓർക്കുക. പയ്യൻ്റെ വീട്ടുകാരാലോചിക്കുക. 28 വയസ്സുള്ള മകൻ, ഒരു പക്ഷെ ആ കുടുംബത്തിൻ്റെ അത്താണിയാകേണ്ട കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിനേക്കാൾ ഭീകരമാണ് ആ കുഞ്ഞ് ജയിലിൽ കിടക്കുന്നത് അമ്മയ്ക്ക്. അപ്പോൾ അവൻ നഷ്ടപ്പെട്ടു. ഇനി അവൻ തിരിച്ച് വന്നിട്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. ജീവിച്ചിരിക്കുന്നു എന്നൊരു സമാധാനം മാത്രം അമ്മയ്ക്ക് ഉണ്ടാവും. അതർവൈസ് ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. മകളുടെ കാര്യം എടുക്കാം. ജോലിയുള്ളൊരു കുട്ടിയായിരുന്നു. പഠിപ്പിച്ച് അതുവരെ എത്തിക്കുക എന്നുള്ളത് ആ വീട്ടുകാരുടെ എത്ര വലിയ എഫേർട്ടായിരിക്കണം. അതുവരെ വളർത്തി പഠിപ്പിച്ച് കൊണ്ടുവന്ന് അങ്ങനെ ആക്കിയ ഒരാൾ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു നിസ്സാരമായ ഒരു പ്രണയത്തിന്, നിസ്സാരമെന്ന് തന്നെ ഞാൻ പറയും, ആ നിസ്സാരമായ പ്രണയത്തിന് വേണ്ടി സ്വന്തം ജീവിതം നശിപ്പിച്ചു കളഞ്ഞു. ആ കുട്ടി എവിടെ? മരണപ്പെട്ടുപോയി. എങ്ങനെ മരിച്ചു? ഭീകരമായി കൊല്ലപ്പെട്ടു. 29 കുത്ത് ഏറ്റ് അതിഭീകരമായി. ഒന്ന് തട്ടി പോലും നോവിക്കാത്ത മാതാപിതാക്കളായിരിക്കാം. അങ്ങനെയുള്ള കുട്ടിയെ ഈ രീതിയിൽ കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദന ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര തീവ്രമായിരിക്കും ആ വേദന. 2 പേർക്ക് നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ്? പ്രണയം. അപ്പോൾ പ്രണയം അത്രയും വീര്യമുള്ളതാണോ? അത്രയും ടെററാണോ എന്ന് ചോദിച്ചാൽ ആണ്. കുട്ടികൾക്ക് മനസ്സിലാകാൻ നമ്മൾ ചെറുപ്രായത്തിൽ തന്നെ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മുടെ ലൈഫിന് ഒരു വ്യൂ പോയിന്റ് ഉണ്ടാകണം. നമ്മുടെ ലൈഫിൽ എന്താണ് നമ്മൾ നേടേണ്ടത്, ഇതൊക്കെ ശരിക്കൊന്ന് പഠിപ്പിച്ചൊരു ക്ലാസ് എടുത്ത് കൊടുക്കാൻ സാധിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ സേവ് ചെയ്യാൻ പറ്റും. കുട്ടികൾ പ്രണയിക്കുന്ന ഭയങ്കര ക്രെഡിബിലിറ്റി ആയിട്ട് പറയുന്ന പേരൻസിനും, അല്ലെങ്കിൽ ആ ഒരു പ്രണയത്തിനെ ബൂസ്റ്റപ്പ് ചെയ്ത് കൊടുക്കുന്ന പേരൻസിനും ഒക്കെ അവസാനം ഇതുപോലത്തെ എൻഡിങ് സ്റ്റോറിയാണ് കേൾക്കേണ്ടി വരിക. കുഞ്ഞുങ്ങളെ ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് കരിയറിനെ ഓറിയൻറ്റ് ചെയ്യാനാണ്. നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യുക. ഫിനാൻഷ്യലി നിങ്ങൾ സെറ്റിൽഡ് ആവുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്, ആണിനും പെണ്ണിനും. പിന്നീടാണ് ഈ വരുന്ന സെക്കൻഡറി ഐറ്റംസ് ഒക്കെ. ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ കൺഫേം ആണോ എന്നുള്ളത് അവരോട് തന്നെ റീകൺഫേം ചെയ്യുക. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ നമ്മളോട് കൂടുതൽ പറയും. ഒരു പക്ഷേ ആ കുട്ടിയുടെ അമ്മ, ഈ പയ്യൻ്റെ അമ്മ അവനോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അമ്മയോട് അവൻ പറഞ്ഞിട്ടുണ്ടാവുമായിരുന്നു, അമ്മ എനിക്കിങ്ങനെ ഒരു ചതിവ് പറ്റിയിട്ടുണ്ട്, അവളെന്നെ തേച്ചു, അല്ലെങ്കിൽ എനിക്ക് അവളെന്നെ നഷ്ടപ്പെടുന്നു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവിടെ അമ്മയ്ക്ക് അവനെ കംഫർട്ട് ചെയ്യാൻ പറ്റും, സഹായിക്കാൻ പറ്റുമെന്ന് മാത്രമല്ല അവളോട് സംസാരിക്കാൻ പറ്റും, പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനേ അവിടെ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആ കുട്ടിയുടെ ജീവിതം നഷ്ടപ്പെട്ടു. ജീവപര്യന്തം പോരാതെ 10 വർഷം തടവിനും കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ ഇങ്ങനെയൊരു കാര്യം പറയണമെന്ന് തോന്നി. ഇനിയും സമയം വൈകിട്ടില്ല. പലരും എൻ്റെ മോൻ അവളുമായിട്ട് പ്രണയമാണ് കേട്ടോ. ഈ ഇടയ്ക്ക് ഒരു കുട്ടി മരിച്ചല്ലോ, ആത്മഹത്യ ചെയ്ത് കളഞ്ഞു. അവൾ 15 ലക്ഷം രൂപയോ 3 ലക്ഷം രൂപയോ ഒക്കെ നഷ്ടപ്പെടുത്തി ഐഫോൺ വാങ്ങിച്ചു, അത് വാങ്ങി ഇത് വാങ്ങിയെന്ന്. അവിടെയും ആ അമ്മയെ ഞാൻ കുറ്റം പറയുള്ളൂ. കരഞ്ഞ് പറഞ്ഞുകൊണ്ട് പുലഭ്യം പറയുന്നത് ആ പെൺകുട്ടിയാണെങ്കിൽ പോലും അവിടെ അമ്മയാണ് തെറ്റുകാരി. മകൻ അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ, ആ ബന്ധത്തിൽ ഇത്രയധികം പണച്ചെലവ് അവൾ വരുത്തി വെക്കുന്നുണ്ടെങ്കിൽ, അവൾ ഇഗ്നോർ ചെയ്യുന്നുണ്ടെങ്കിൽ, മകനെ കൂടുതൽ ബലപ്പെടുത്തേണ്ടിയിരുന്ന അമ്മ അവളുടെ കാലി പിടിക്കാൻ പോയതാണ് പ്രശ്നമായത്. നമ്മളെ കുഞ്ഞുങ്ങളെ നമ്മളോളം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേറെ ആരെ കൊണ്ട് സാധിക്കത്തില്ല. നമ്മളുടെ ഒരു തലോട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു അണച്ച് പിടിക്കലിൽ ആ കംഫർട്ട് സോൺ വേറെ ഒന്നിനും വരില്ല എന്നുള്ള തിരിച്ചറിവ് ഓരോ അമ്മമാർക്കും ഉണ്ടാവണം. അമ്മമാരാണ് അത് മനസ്സിലാക്കേണ്ടത്.
ഇത് ഇന്നലെ ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു, എനിക്ക് ഇന്നാണ് സമയം കിട്ടിയത്. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ കമൻസ് ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും എനിക്കിത് ഇങ്ങനെ പറയാനാണ് ഇഷ്ടം. പിന്നെ നഷ്ടപ്പെട്ടു പോയ ആ മകൾക്ക് ഒന്നും ചെയ്യാനാകത്തില്ല, വളരെയധികം വേദനയുണ്ട്. പെൺകുട്ടികൾക്ക് ഇതൊരു തിരിച്ചറിവാകട്ടെ. ദയവ് ചെയ്തിട്ട് പ്രണയം അത് റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ തന്നെ ശരിക്കും ആലോചിച്ചെടുത്ത് ചാടുക. നമ്മളെ വാനോളം പുകഴ്ത്തുകയും നമ്മളുടെ പിറകെ നടന്ന് കൊഞ്ചിക്കഴിഞ്ഞ് നമ്മളല്ല മറ്റൊരു ലൈഫില്ല എന്നൊക്കെ പറയുന്നവൻ പ്രണയം കിട്ടിക്കഴിയുമ്പോൾ പ്ലേറ്റ് തിരിക്കും. അത് ഒരുപാട് ജീവിതങ്ങൾ അനുഭവിക്കുന്നവർക്കറിയാം. അപ്പോൾ മറ്റുള്ള ജീവിതങ്ങൾ കുറച്ചുകൂടെ നോക്കുക. എനിക്ക് ഭയങ്കര പ്രണയമാണ്, എനിക്ക് എന്നെ പ്രേമിക്കുന്നുണ്ട്, എന്നെ ഭയങ്കര കൺസേൺ ചെയ്യുന്നുണ്ടെന്നൊക്കെ വീരവാദം പറയുന്നവർക്ക് പിന്നീട് മനസ്സിലാകും എത്ര വലിയ ട്രാപ്പിലാണ് നമ്മൾ പോയി പെട്ടത്. ലൈഫ് എന്താണെന്ന് മറ്റുള്ളവരുടെ ലൈഫുമായി കമ്പാരിസൺ നടത്തിയാൽ മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇന്നുള്ള പകുതിയിലധികം അല്ലെങ്കിൽ ഒരു 3/4 പങ്ക് കുട്ടികൾക്ക് മനസ്സിലാകാത്തൊരു കാര്യം അതാണ്. തനിക്ക്, എനിക്ക് അങ്ങനെ ഒരു ടൈം വിട്ടിട്ട് മറ്റുള്ളവരെയും ചുറ്റുമുള്ളവരെയും കൂടെ കാണാനും ചിന്തിക്കാനും സഹകരിക്കാനും ശ്രമിച്ചാൽ ഒരു പരിധിവരെ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകും. അല്ല എങ്കിൽ ഇങ്ങനെ തന്നെ നശിച്ചു പോകും. തേപ്പുകാരികൾക്ക് നല്ലൊരു സൂചനയാണ്. ഇതുപോലുള്ളൊരു അന്ത്യം വരാതിരിക്കാനാണ് തേക്കല്ലേ എന്ന് പറയുന്നത്. തേപ്പ് ഏറ്റവും വലിയ ഡേഞ്ചറസ് സാധനമാണ്. സ്വന്തമാകുമെന്നും മുത്തച്ഛനും മുത്തശ്ശിയും ആകുന്നത് വരെയുള്ള സ്വപ്നങ്ങൾ ഇട്ടുകൊടുക്കുകയും അത്യാവശ്യത്തിൽ കൂടുതൽ ഫിനാൻഷ്യലി അവനെ കൊണ്ട് വാങ്ങിക്കാവുന്നത് അത്രയും വാങ്ങിച്ചെടുക്കുകയും ചെയ്ത ശേഷം തേച്ച് കഴിഞ്ഞാൽ ജന്മകാലത്ത് അവൻ മറക്കത്തില്ല. കുറച്ചുകൂടെ ക്രൂവൽറ്റി ഉള്ളിലുള്ളവനാണെങ്കിൽ പിന്നെ ആരെ കൂടെയും ജീവിക്കാനും അനുവദിക്കത്തില്ല. സൂക്ഷിച്ച് ചെയ്താൽ അവരവരുടെ ലൈഫ് സേഫ് ആകും. അത്രയേ ഉള്ളൂ. അതേപോലെ ആൺകുട്ടികളുടെ അമ്മമാരോടും, നമ്മളുടെ കുഞ്ഞുങ്ങളാണ്, അവളെ കിട്ടിയില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് കൊലപാതകിയായി നിൽക്കുന്ന മകനെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുമെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുക എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം, അതാണ് ഒരൊറ്റ സൊല്യൂഷൻ. താങ്ക് യു.